പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഹൃദയ തുടിപ്പുകൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെയും ഹൃദയത്തുടിപ്പുകളായി മാറുന്ന സംഭവ പരമ്പരകളാണ് ഓരോ ദിവസവും ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്ന കഥയെന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ്സ് എ റിയൽ ലൈഫ്. ഒരു പിതാവിൻ്റേതാണ്. ഈ പിതാവിന് ഒരേ ഒരു മകനാണ് ഉള്ളത്. അവന് വിദ്യാഭ്യാസം കൊടുത്തു, ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു. അവന് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ മുതൽ ഒരാഗ്രഹം, ഓവർസീസ് പോയി ജോലി ചെയ്യണം. പലരും സജസ്റ്റ് ചെയ്തു ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ. പക്ഷെ ഇവൻ തയ്യാറില്ലായിരുന്നു. കാരണം അവൻ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ ലൈഫ് സ്റ്റൈൽ അത്ര ഭംഗിയുള്ളതല്ല, പണം ഉണ്ടാക്കാം, പക്ഷെ അവസാനം തിരിച്ചും പോരാ. അദ്ദേഹം ലക്ഷ്യം വെച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ. അവസാനം അമേരിക്കയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. അവള് അവിടെ ജനിച്ചു വളർന്ന മലയാളി കുട്ടിയാണ്. വിവാഹം രണ്ടു വീട്ടുകാരും ആലോചിച്ച് ഉറപ്പിച്ചു. ഈ ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് ഫയൽ ചെയ്ത് 1.5 വർഷം കഴിഞ്ഞ് അവളോടൊപ്പം അമേരിക്കയിലെത്തി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പ്രഗ്നൻ്റായി. ആ സമയത്താണ് അമേരിക്കയിൽ നിന്ന് മകൻ്റെ ഒരു വിളി വന്നത്. അമ്മേ, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്. അവളുടെ ഡെലിവറി ആകുന്ന സമയത്ത് അമ്മ വരണം. അമ്മ പറഞ്ഞു, മോനെ, വരാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ അപ്പച്ചൻ്റെ കാര്യം ആരും നോക്കും? കേരളത്തിലെ ഒരു ടിപ്പിക്കൽ അപ്പച്ചനാണ്, നമുക്കറിയാം. അമ്മ വീട്ടിലെ പാചകം, തുണികളൊക്കെ തൂക്കല വാരലെല്ലാം ചെയ്യും. പിതാവ് വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങളും ധനസമ്പാദന കാര്യങ്ങളും കൃഷിയൊക്കെ ചെയ്യുന്ന കുടുംബമാണ്. അപ്പോൾ മകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും വരാതെ പറ്റത്തില്ല. അതുകൊണ്ട് 2 പേർക്കും ഞാനൊരു B1 B2 വിസ എടുത്തു തരാം. വേണമെങ്കിൽ അത് വന്ന ശേഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം ഡെലിവറി സമയത്ത് അത്യാവശ്യമാണ്. ശരി, ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്തു. B1 B2 വിസ കിട്ടി. അത്യാവശ്യം വസ്ത്രങ്ങളും കുറേ സാമഗ്രികളുമായി വളരെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ ഈ മാതാപിതാക്കൾ 2 പേരും അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആദ്യമായിട്ടുള്ള വിമാനയാത്രയാണ്. അപ്പോൾ മകൻ ഒരു കാര്യം ചെയ്തു. വിമാനത്തിൽ ഇവർക്ക് അസിസ്റ്റ് കിട്ടും. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. എയർപോർട്ടിൽ ചെന്ന് മാറി കയറേണ്ടയൊക്കെ സമയമുണ്ട്. അതിനുള്ള പ്രത്യേക കരുതൽ മുൻകൂട്ടി ആവശ്യപ്പെട്ടാൽ എയർലൈൻസുകാർ അത് ചെയ്തു തരും. അങ്ങനെ ഇവർ വലിയ ബുദ്ധിമുട്ട് കൂടാതെ അമേരിക്കയിലെ മണ്ണിൽ കാലുകുത്തി. ഇമിഗ്രേഷൻ കഴിഞ്ഞു.
രണ്ട് കൂട്ടർക്കും ലാംഗ്വേജ് ഒട്ടും അറിയില്ല. അപ്പന് കുറച്ചൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ ഏസ് എന്നും നോയ എന്നൊക്കെ പറയാൻ അറിയാം. എനിവേ അവർ വീട്ടിൽ ചെന്ന് കയറി. ആദ്യത്തെ കുറേ ദിവസങ്ങൾ വളരെ സന്തോഷമായിരുന്നു. അത്യാവശ്യം വീക്കെൻഡിലൊക്കെ മാതാപിതാക്കൾ എല്ലാവരും ഒരുമിച്ച് മലയാളം കോൺഗ്രിഗേഷൻ പള്ളിയിലൊക്കെ പോയി സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് മകൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തു. ഈ സമയമായപ്പോഴത്തേന് 3 മാസം കഴിഞ്ഞു അവരവിടെ ചെന്നിട്ട്. അമ്മയ്ക്ക് ചെന്നപ്പം മുതൽ പിടിപ്പത് പണിയുണ്ട്. വീട്ടിലെ പണിയിൽ അമ്മ അവിടുത്തെ ആധുനിക ഉപകരണങ്ങളും അടുക്കളയിലെ എല്ലാം ഒന്ന് പരിചയപ്പെട്ടു. അമ്മ അതൊരു വശമാക്കിയെടുത്തു. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കൽ, തറ തുടയ്ക്കൽ എന്ന് വേണ്ട ആഹാരം പാകം ചെയ്യൽ എല്ലാം അമ്മ തന്നെ ഏറ്റെടുത്തു. കുഞ്ഞുണ്ടായ ശേഷം അമ്മയുടെ ജോലിഭാരം കൂടി. എന്നാൽ അപ്പന് യാതൊരു ജോലിയുമില്ല. അപ്പനവിടെ എന്ത് ചെയ്യാനാണ്? അടുക്കളയിലൊന്നും അസിസ്റ്റ് ചെയ്യാൻ അപ്പന് അറിയത്തുമില്ല. അപ്പനോട്ട് ചെയ്താലിട്ട് ശരിയാകത്തുമില്ല. തുണി അലക്കുന്ന മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനോ അപ്പനറിയില്ല. അപ്പൻ്റെ ആകെ കൂടിയുള്ള കാര്യം TV കാണുക, ലിവിങ് റൂമിലെ സെറ്റിയിൽ വന്നിരിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. കുറച്ചായപ്പോൾ അപ്പനും മടുത്തു. പുറത്തിറങ്ങാൻ അറിയില്ല, ഭാഷ അറിയില്ല. വെറുതെ ഒരു വീട്ടിൽ രാവിലെ ഉണർന്നെണീറ്റ് കാലാവസ്ഥയൊക്കെ സഹിക്കാം, കുഴപ്പമില്ല, ഒരേ ഇരിപ്പാണ്. നാട്ടിലെല്ലാ ദിവസവും അങ്ങാടിയിൽ പോയി കൂട്ടുകാരെയും കണ്ടു, നാട്ടുകാരെയും കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട മീനോ പച്ചക്കറിയോ സാധനങ്ങളൊക്കെ മേടിച്ച് വരുന്ന അപ്പന് 2-3 മാസമായിട്ട് വീടിന് പുറത്തിറങ്ങുന്നില്ല. കാര്യമായിട്ട് പുറത്തിറങ്ങാനുള്ള പെർമിഷനും ഇല്ല, നടന്നു പോകാനുള്ള സ്ഥലവും അറിയില്ല. അപ്പൻ മടുത്തു. ഈ സമയത്താണ് മരുമകൾ ചെറിയ മുറിവ് തുടങ്ങി. വെറുതെ ഇവിടെ ഒരു മനുഷ്യന് ഒരു അഡീഷണൽ ബേർഡനായിട്ട് വീട്ടിലിരിക്കുന്നു. അമ്മയെക്കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പനാണെങ്കിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും എന്താ, ഏതാ, ആരാ എന്നൊക്കെ ചോദിക്കുന്നു. അമേരിക്കയിൽ ജനിച്ചു വളർന്ന മലയാളി മരുമകൾക്ക് ഇതത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം അവരുടെ സുഹൃത്തുക്കൾ വന്നാലും ആര് വന്നാലും അപ്പനാ കൗച്ചിലിരിക്കും. അപ്പോൾ ആൾക്കാർ വർത്താനം പറയുന്നത് അപ്പനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പറയാനൊന്നും അറിയത്തില്ല, ഇംഗ്ലീഷിലൊന്നും അറിയത്തില്ല. എന്നാലും മരുമകൾക്ക് കുറച്ചായപ്പോഴത്തേന് അപ്പനൊരു അരോചക വസ്തുവായി മാറി. അവൾ ആദ്യമൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നീരസം മെല്ലെ ഭർത്താവിനോട് പറഞ്ഞു തുടങ്ങി, നിങ്ങളുടെ അപ്പനൊരു സംസ്കാരമില്ലാത്ത മനുഷ്യനാണ്. ആരെങ്കിലും സംസാരിക്കുമ്പോഴും അവിടെ തന്നെ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ അപ്പൻ്റെ റൂമിൽ പോയിരുന്നു കൂടെ. എന്തിനാണ് 24 മണിക്കൂർ ഈ TV-യുടെ മുമ്പിലിരിക്കുന്നത്? ഇതിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ മടുത്തു. ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു മനുഷ്യൻ വെറുതെ ഒരു അഡീഷണൽ ബേർഡനായിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് മകനെന്ത് പറയാൻ സാധിക്കും? മകന് ധർമ്മസങ്കടത്തിലായി. അപ്പനെ നാട്ടിലേക്ക് തിരിച്ചു വിടണം എന്നുള്ള ഒരു ചിന്തയിലാണ് മരുമകൾ ഇത് പറഞ്ഞത്. അപ്പൻ അതിനു മുമ്പ് തന്നെ നാട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറുമായിരുന്നു. പക്ഷെ അമ്മ ഇവിടെ തടസ്സം നിന്നു. അപ്പൻ നാട്ടിൽ പോയാൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അടുത്ത ബന്ധുക്കളൊന്നും അടുത്തില്ല. അതാപാടെ ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു. മരുമകളുടെ മുറോർപ്പ് കൂടി വന്നു. അവസാനം മകന് ചെകുത്താനും കടലിനും മധ്യത്തിലായി. അമ്മയും അതേ അവസ്ഥയിലെത്തി. അപ്പനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല, മരുമകളോട് എതിർക്കാനും പറ്റത്തില്ല. അവസാനം ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ
അവിടെ മടുത്ത പോയ അപ്പന് അവർ ടിക്കറ്റ് വാങ്ങി ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ഒറ്റയ്ക്ക് തിരിച്ച് നാട്ടിലേക്ക് അയച്ചു. ഈ മനുഷ്യന് എയർപോർട്ടിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് കൊടുത്തു. അവർ തിരിച്ച് ഒരു വീൽ ചെയറിലാണ് ഇദ്ദേഹം ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അത്രയ്ക്ക് അവശനായിരുന്നു, കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. ഒരു തരത്തിൽ ഫ്ലൈറ്റ് അസിസ്റ്റൻസൊക്കെ കിട്ടി ഇദ്ദേഹം നാട്ടിൽ വന്നു. ഒറ്റയ്ക്ക് ആ വീട്ടിൽ ജീവിക്കുകയാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞത്, നിങ്ങളൊക്കെ ചിന്തിക്കും, ഒരു മകനുണ്ട്, അവൻ അമേരിക്കയിലാണ്, അവർക്ക് നല്ല ജോലിയാണ്, കാറുണ്ട്, വീടുണ്ട്, എല്ലാ ആഡംബരങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ദുഃഖിക്കുകയാണ്. കാരണം എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. ഭാര്യയ്ക്ക് മകൻ്റെ കുട്ടിയെയും മകനെയും വിട്ടു പോരാൻ മാനസികമായിട്ടുള്ള പ്രയാസം. അപ്പനെ അവർക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. ഈ പിതാവ് വളരെ ദുഃഖത്തോടുകൂടി വീട്ടിൽ വന്നു. മാതാവ് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തു. ഈ അപ്പൻ്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിലെല്ലാം ഒട്ടുമിക്ക ആൾക്കാരിലും ഇതുപോലൊരു പിതാവിനെ ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആരുടെയും കുഴപ്പമല്ല, നമ്മുടെയൊക്കെ സമൂഹത്തിലെ വളർന്നു വരുന്നൊരു ട്രെൻഡ്. മക്കൾ യൂറോപ്പിലോട്ടോ അമേരിക്കയിലോട്ടോ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ കുടിയേറാൻ പോകുന്നതാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്ര. അതിൽ നഷ്ടപ്പെട്ടു പോകുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, മാതാപിതാക്കൾ ഒരു പരിധി കഴിഞ്ഞാൽ അവർക്കൊരു അഡീഷണൽ ബേർഡനും. എന്നാൽ മക്കൾക്ക് ഈ മാതാവിനെയോ അല്ലെ പിതാവിനെയോ ഒറ്റയ്ക്ക് ഇതുപോലെ മടക്കി അയക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന, കൂട്ടിലിട്ട് അടച്ച പക്ഷിയെ പോലെ ജീവിച്ചപ്പോഴുണ്ടായ മാനസിക സമ്മർദ്ദം, ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഇതൊരു വലിയൊരു മാനസിക പ്രശ്നമായിട്ട് നമ്മുടെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മാതാപിതാക്കളെ കൊണ്ടുപോകുമ്പോൾ ഒരാളെ മാത്രമായിട്ട് കൊണ്ടുപോയി അവിടെ നിർത്തുവാനാണ് അവരാഗ്രഹിക്കുന്നത്, അപ്പനെ. എന്നാൽ എന്ത് ചെയ്യും? ഇതൊരു വല്ലാത്ത സങ്കടമാണ്. ഈ സങ്കടം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ ഒരു കഥ പറയുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക വിപത്തും മാനസിക പ്രയാസമുണ്ടാക്കുന്ന കാര്യവുമാണ് ഈ ഒരു സംഭവം. പിതാവിനെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് അയക്കുന്നു. ആ മനുഷ്യൻ ദിവസം എണ്ണി ഒറ്റയ്ക്ക് ചോറ് വെച്ചാൽ വെച്ചു, കഞ്ഞി കുടിച്ചാൽ കുടിച്ചു, കഴിച്ചാൽ കഴിച്ചു, കുളിച്ചാൽ കുളിച്ചു. ദിവസങ്ങൾ എണ്ണിക്കഴിയുന്നു. എന്തിന്? ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി ജീവിക്കുന്നു? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ അനുഭവത്തിൽ കടന്നു പോകുന്നവർക്ക് എളുപ്പം അത് മനസ്സിലാക്കും. നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടല്ലേ പറ്റുള്ളൂ. ഒരു സൊല്യൂഷൻ കാണും. ഞാൻ ഈ പരമ്പര അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ കാര്യങ്ങളെ ഞാൻ ആലോചിക്കുന്നുണ്ട്. നമുക്ക് സമൂഹത്തിലെ പല കാര്യങ്ങൾക്കും പല മുൻവിധികൾക്കും ധാരണകൾക്കും മാറ്റം വരുത്തണം. വരുത്തിയേ തീരൂ. അതാണ് ഇന്നത്തെ എൻ്റെ ഹൃദയ തുടിപ്പ് നിങ്ങളുടെയും. ആമേൻ.